എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വാക്യത്തിലെ പഠനത്തിലെ 2ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് എന്താണെന്ന് വേദപുസ്തകത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കണം. നമ്മൾ ആരാ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. പ്രാർത്ഥന എന്നുള്ള സബ്ജക്റ്റ് പോലും മനസ്സിലാക്കണം. അതിൽ അന്തർലീനമായിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പിയ ലേഖനത്തിലെ പ്രാർത്ഥന ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഫിലിപ്പിയ ലേഖനം 1:9-10 വാക്യങ്ങൾ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വീക്ഷിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെങ്കിലും ഭൗതിക വിഷയമുണ്ടോ? ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തിന്റെ കണിക ഈ ഫിലിപ്പിയ ലേഖനത്തിലെ പ്രാർത്ഥനയിലുണ്ടോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പ്രാർത്ഥന പെട്ടെന്ന് വായിച്ചു പോവാം. എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന എഫേസ്യർ 1:16 മുതൽ 19 വാക്യത്തിൽ ഏതെങ്കിലും ഭൗതിക വിഷയത്തിൻ്റെ ഒരു കണികയുണ്ടോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് വായിക്കാം. അതിൻ്റെ 14 മുതൽ 3:16. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി, നീളം, ഉയരം, ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരുടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെങ്കിലും ഭൗതിക വിഷയത്തിൻ്റെ ഒരു കണിക ഉണ്ടോ? പറ. പെന്തക്കോസ്തർ മറുപടി പറ. ഇതിന് ചുമ്മാക്കരെ പാട്ടും പാടി തുള്ളിച്ചാടി നടക്കുകയല്ലേ? ശാപം മുറിക്കല്, ഉരുണ്ടി വീഴല്, കൊര, ചിരി, ഛർദ്ദല് എന്ന് വേണ്ട വചനവ്യവസ്ഥ പ്രകാരമുള്ള എല്ലാ കോനാമ്പിച്ചും കാണിച്ച് മുമ്പോട്ട് പോകുന്ന പെന്തക്കോസ്തരുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണം. പൗലോസിൻ്റെ പ്രാർത്ഥന നിങ്ങളൊന്നെടുത്ത് പഠിക്കേ. എന്തെങ്കിലും ഭൗതിക വിഷയം ഇതിലുണ്ടോ? കർത്താവ് അവരെ പഠിപ്പിച്ച എന്താ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് വിചാരപ്പെടണ്ട. ആകാശത്തിലെ പറവുകളെ നോക്കുകയും വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഈ പറവജാതികൾക്കാൾ നിങ്ങളെത്ര വിശേഷതയുള്ളവർ. ആദിയിൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും. കർത്താവ് എടുത്ത് ഫോക്കസ് ചെയ്ത് പറഞ്ഞ വിഷയം തന്നെയാ ഇന്ന് പെന്തക്കോസ്തർ കുടിച്ചു മൂടിയിട്ടിരിക്കുന്ന വിഷയം. ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കാനായിട്ട് ആരും ഉദ്ദേശിക്കുന്നില്ല. ഈ ഭൂമിയിൽ കിടന്നുകൊണ്ടുള്ള കളിയാണ് എല്ലാവരും കളിക്കുന്നത്. പെന്തക്കോസ്തോളം ചീഞ്ഞു നാറുന്നതിൻ്റെ പ്രധാന കാരണം മനസ്സിലായോ? ഭൗതികത്തിൻ്റെ പുറകെയാണ് കണ്ണ്. ശരിക്കും പറഞ്ഞാൽ ആ നയമാൻ്റെ പുറകെ ഓടിയ ഗേഹസിമാരാണ് ഇന്നത്തെ ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനവും. എല്ലാവരുമല്ല. ചെറിയൊരു ന്യൂനപക്ഷം ആത്മീയ വിഷയത്തിൽ ദൈവമക്കളെ പ്രബുദ്ധരാക്കാനായിട്ട് പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അത് വളരെ കുറവാണ്. ബഹുഭൂരിപക്ഷം പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ലോകത്തിൻ്റെ ഭൗതികത്തിൻ്റെ പുറകെ കിടക്കും. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് ജീർണിച്ച് കിടക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും 100 ജാതികളുള്ളതിൽ ഏറ്റവും ഹീനമായൊരു വർഗമായി പെന്തക്കോസ് അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. കൺവെൻഷനുണ്ട്, സഭായോഗമുണ്ട്, ഉപവാസപ്രാർത്ഥനയുണ്ട്, കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, പരസ്യയോഗമുണ്ട്, മദ്യനിരോധനത്തിന് വേണ്ടിയുള്ള പ്രസംഗങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവരാജ്യം അന്വേഷിക്കുവാൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന പ്രസംഗങ്ങളും ശുശ്രൂഷ രീതികളും വളരെ പരിമിതമായി. കെട്ടഴിക്കാനാ ചെറുത് നടക്കുന്നത്. ഇപ്പോൾ കെട്ടടിയട്ടെന്ന്. ഇടവൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ കെട്ട് താനെ അടിഞ്ഞോളും. നമ്മൾ അഴിക്കാൻ ശ്രമിക്കണ്ട. ഒരു വ്യക്തി ദൈവത്തോട് അടുത്ത് വന്ന്
തൻ്റെ കുറ്റങ്ങൾ, കുറവുകൾ, ബലഹീനതയുടെ പോരായ്മകളെല്ലാം കണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവവചന വ്യവസ്ഥ പ്രകാരം, അതിൻ്റെ വചനഭാഷ കൂടി പറഞ്ഞ തലയായ ക്രിസ്തുവിൽ നിന്ന് കേൾക്കേണ്ട ഉപദേശം കേട്ട് ശരീരമാം സഭയുടെ അവയവങ്ങൾ അതിൻ്റെ പ്രവൃത്തി ചെയ്ത് ദൈവത്തിന് മഹത്വമായി നിലകൊള്ളുമ്പോൾ കെട്ടൊന്നും ആരും അഴിക്കേണ്ട, താനേ അഴിഞ്ഞോളൂ. ഉയർപ്പിച്ച ലാസറിന്റെ കെട്ടഴിക്കാൻ കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അവരാ കെട്ടിവെച്ചത്, കർത്താവല്ല. കർത്താവ് ഉയർപ്പിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു. ഇപ്പൊ ലാസർ മരിച്ചുപോയെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ മരണം എന്നുള്ളത് നിദ്രയാണെന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഭക്തന്മാരുടെ മരണം, പാപം ചെയ്തിട്ട് മരിച്ചാൽ അത് മരണം തന്നെയാണ്. ഭക്തന്മാരായി മരിച്ചാൽ ആ മരണം നിദ്രയായിട്ടാണ് സത്യവേദ പുസ്തകവും കർത്താവും വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ലാസർ നിദ്ര കൊള്ളുന്നു, നാം ഉയർപ്പിക്കാൻ പോകും. ഉയർപ്പിച്ചു, കെട്ടപ്പെട്ടവനായിട്ട് തന്നെ ഇരിക്കുക. അല്ല, ഇന്നത്തെ പെന്തക്കോസ്തയുടെ ചിത്രമാണ് ഈ ലാസർ. ഉയർപ്പൊക്കെ ലഭിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, പക്ഷെ കെട്ടപ്പെട്ട് കിടക്കുക. അത് അവരവർ കെട്ടിയ കെട്ടാണ്, അവരവർ തന്നെ അടിച്ചു മാറ്റണം. ആരാണ് രക്ഷിക്കപ്പെട്ട്, ആരാണ് സ്നാനപ്പെട്ട്, ആരാണ് അഭിഷേകം പ്രാപിച്ച്, ആരാണ് ദൈവത്തിലായി തീർന്നത്? അവരവർ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളാണ്. അത് പൊട്ടിച്ചു മാറ്റാതെ നിങ്ങൾക്ക് രക്ഷയില്ല. മറ്റാരും നിങ്ങളുടെ കെട്ട് പൊട്ടിക്കാനൊന്നും വരത്തുമില്ല, പൊട്ടിച്ചാലൊട്ട് നടക്കത്തുമില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവപ്രമാണം അനുസരിച്ച് നമ്മുടെ കുറ്റങ്ങൾ, കുറവുകളെല്ലാം സമ്മതിച്ച്, പരാജയങ്ങളെല്ലാം സമ്മതിച്ച്, തോൽവികളെ സമ്മതിച്ച്, ആകായ്മകളെ, വീഴ്ചകളെ, പരാജയങ്ങളെ എല്ലാം ദൈവത്തിൽ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ കെട്ടെല്ലാം താനെ പൊട്ടി. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. അതെന്താ? ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു? ദൈവജനം ദൈവാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ പിശാചൊക്കെ താനെ ഓടിപ്പോക്കോളും. പിശാച് കെട്ടിയ കെട്ടൊക്കെ താനെ പൊട്ടിക്കോളും. ഹല്ലേലൂയ. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലേ? ഓരോ ദൈവത്തിലും ചുറ്റും ദൂതന്മാരും വേലിയും സംരക്ഷണം ഉണ്ടല്ലോ. ഇതെന്തായൊക്കെ പൊട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം? വ്യവസ്ഥ വിട്ട് പോകുന്നുണ്ടാ? അതുകൊണ്ട് ഞാൻ വചനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരട്ടെ. എഫേസ്യ ലേഖനം 6:10 മുതലുള്ള വാക്യം നമ്മളിവിടെ വായിച്ചു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രസ്ഥാനങ്ങൾ തമ്മിൽ കേസ് നിലനിൽക്കുന്നു. അപ്പോൾ പോരാട്ടം ആരോടാ? പ്രസ്ഥാനങ്ങളോട്, ജഡത്തോട്, അല്ലെങ്കിൽ വ്യക്തികളോട്, അല്ലെങ്കിൽ മനുഷ്യരോട്. പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നില്ലേ? പൊറുക്കാൻ കഴിയുന്നില്ലേ? സഹിക്കാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാവിലെ വന്നൊരു വാർത്ത, ഞാൻ എഴുതി വെച്ചു. അതായത് സഭാതർക്കം പരിഹരിക്കാനായിട്ട് ഏത് സഭകൾ? യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മോദി പറഞ്ഞു, നിങ്ങളുടെ മേലാളന്മാർക്ക് താല്പര്യമെങ്കിൽ ഞാൻ ഇടപെടാമെന്ന്. അച്ചായന്മാരുടെ തർക്കം തീർക്കാൻ എങ്ങാണ്ടും കിടന്ന മോദി, വിഗ്രഹാരാധിയായ മോദി വരാമെന്ന്. അപ്പോൾ ഒരു മെത്രാൻ പറയുകയാണ്, മോദിയുടെ ആ പ്രസ്താവനയ്ക്ക് സ്വാഗതമെന്ന്. നമ്മൾ എന്താ ഇതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടത്? ഇത് പരിഹസിക്കുകയല്ല, ഇതിനെ ഒന്ന് പഠിക്കുക. രണ്ട് കൂട്ടര് ഭാരതത്തിലെ രണ്ട് സുപ്രധാന ചർച്ചുകൾ, ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ഒരു ഹിന്ദു ലീഡർ, ഒരു പൊളിറ്റിക് ലീഡർ വരിക. അപ്പം എങ്ങനെയുണ്ട്? നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിലയുണ്ട് എങ്ങനെ ഇരിക്കും ദൈവമക്കളെ? അതാ പറയുന്നത്, ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനായിപ്പോയി. മഹാത്മാഗാന്ധിയോട് ആരണ്ടും ചോദിച്ചു, നിങ്ങൾ എന്താ ഒരു ക്രിസ്ത്യാനിയായി തീരാത്തത് എന്താണെന്ന് ചോദിച്ചു. ഈ ഗിരിപ്രഭാഷണമൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഈ ഗിരിപ്രഭാഷണത്തിലെ ആശയമെടുത്താണല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തോക്കെടുത്ത ബ്രിട്ടീഷുകാരോട് നിങ്ങൾ പടപൊരുതി നിന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞു, പിന്നെ എന്താ നിങ്ങളൊരു ക്രിസ്ത്യാനി ആകാത്തത്? അപ്പം അദ്ദേഹം പറയും, ഒരു ക്രിസ്ത്യാനിയെ ഞാൻ കണ്ടില്ല, ആ കൂടി ഒരു ക്രിസ്ത്യാനിയെ കണ്ടത് യേശുക്രിസ്തുവാണ്. അത് ദൈവവുമായിപ്പോയി, പിന്നെന്ത് ചെയ്യാനാ? ഭൂമിയിൽ ആരെയും കണ്ടില്ലെന്ന്. ആ പറഞ്ഞതിൽ അർത്ഥങ്ങളുണ്ട് ദൈവമക്കളെ. ക്രിസ്ത്യാനിത്വത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തിയ ക്രിസ്ത്യാനികളാണ് ഇന്ന് ഭൂമിയിൽ കിടക്കുന്നത്.
കർത്താവ് രണ്ട് കാര്യം പറഞ്ഞു ശിഷ്യന്മാരോട്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാകും. അപ്പൊ ഉപ്പ് കാലമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്താം? രസം വരുത്താൻ പറ്റത്തില്ല. ഒരു ക്രിസ്ത്യാനി ഉപ്പായിട്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, വെളിച്ചമായിട്ടാണ് പഠിപ്പിച്ചത്. അതിൻ്റെ കാലം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന് ചവിട്ടി മെതിച്ചു പോകും. ലോക മനുഷ്യൻ ചവിട്ടുന്ന ഒരു വസ്തുവായത് മാറും. ഇന്നത് തന്നെയല്ലേ നടക്കുന്നത്? ക്രിസ്ത്യാനികളെ ചവിട്ടി തേക്കിയല്ലേ? രണ്ട് ക്രിസ്ത്യാനികളെ കൊണ്ട് രണ്ട് ഗ്രൂപ്പുകളും അടി കൂടുമ്പോൾ ഒരു വിഗ്രഹാരാധന വന്ന് മധ്യസ്ഥ ചെയ്യാമെന്ന്. ഈ ലോകം ഇട്ട് തൊപ്പി വെച്ച് വംശവടിയും പിടിച്ചിരിക്കുന്ന ഈ മഹാൻ പറയുന്നത് എന്താ? സ്വാഗതാർഹം. നിങ്ങളെങ്കിലും ഞങ്ങളെ ഒന്ന് രമ്യപ്പെടുത്താൻ. അപ്പോൾ ഇവർക്ക് എന്ത് വിലയുണ്ട്? ഞാൻ പരിഹസിക്കുകയല്ല, നിന്ദിക്കുകയല്ല. പ്രബുദ്ധരായ ദൈവമക്കൾ എൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക. ഞാൻ വിഷയത്തിലേക്ക് വരിക. അപ്പം നമുക്ക് പോരാട്ടമുള്ളത്, ഓർത്തഡോക്സുകാർക്ക് പോരാട്ടമുള്ളത് യാക്കോബക്കാരോടല്ല. അതിനിടയിൽ പിശാചിൻ്റെ പ്രവൃത്തികളുണ്ട്, അതിനോടാണ് പോരാട്ടം. അതാണ് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. ലോകം മുഴുവൻ പോരാട്ടത്തിലാണ്, യുദ്ധത്തിലാണ്. കുടുംബങ്ങളിൽ പോരാട്ടം, സമൂഹത്തിൽ പോരാട്ടം, ചർച്ചകളിൽ പോരാട്ടം, എല്ലായിടത്തും പോരാട്ടം. ആരാ ഇതിൻ്റെ പിന്നിലുള്ള സൂത്രധാരകൻ? ദുഷ്ടനായ സാത്താനാണ്. ആ സാത്താന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് അതിനെതിരെ ആത്മീയ യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ നടത്തി കഴിയുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണം ഉണ്ടാവും. അതിനാരും തുനിയുന്നില്ല. അതിനാരും വചനത്തിലേക്കും ദൈവത്തിങ്കിലേക്കും വ്യവസ്ഥയിലേക്കും ആരും തിരിയുന്നില്ലെന്നാണ് ഇന്ന് പൽക്കാലം ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ശക്തമായൊരു ദൂത്. അപ്പം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് പോരാട്ടം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നമുക്ക് പോരാട്ടം ആരോടാ? നമുക്ക് പോരാട്ടമുള്ളത് 12-ാം വാക്യം, 6:12. ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. സഹോദരൻ സഹോദരിക്കെതിരെ, ഭാര്യ ഭർത്താവിനെതിരെ പോരാട്ടം, ഭയങ്കര പോരാട്ടം എല്ലായിടത്തും നടക്കുക. ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ 5 അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ ഭയങ്കര വഴക്കം, പോരാട്ടം. എന്നിട്ട് ചാകാൻ നേരത്ത് പോയി കിടന്ന് മുതലക്കണ്ണീർ ഒഴിക്കുകയും ചെയ്യും. ഇതെന്തൊരു അർത്ഥം? ഞാൻ ഇതൊക്കെ കണ്ട് പകച്ചിരിക്കുക. എവിടെ കിടക്കുന്ന ഈ കണ്ണീരൊക്കെ? അപ്പൊ ഇത്രയും വർഷങ്ങൾ മിണ്ടാതിരുന്നതോ? ഇതൊക്കെ ഡ്രാമയാണ്, ഇതൊക്കെ അഭിനയമാണ്. ഞാൻ ഇതിന് പറയുന്ന മുതലക്കണ്ണീരെന്ന്. ഇന്നത്തെ മരണ ശുശ്രൂഷയിൽ നടക്കുന്നത് നല്ലൊരു ശതമാനം മുതലക്കണ്ണീരാണ്. വളരെ തുലവുമായിരിക്കുള്ളൂ ആത്മാർത്ഥമായിട്ട് കരയുന്നവർ. ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ ലോകത്തിലെ ദുഷ്ടാത്മസേന ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെയും ഔവ്വയെയും തെറ്റിച്ച് കളഞ്ഞ സാത്താൻ. ആ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ പെട്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പുറത്തുകൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തുവിന്റെ ഏകപുരുഷന് നിർമ്മലകന്യെ ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. സർപ്പത്തിന്റെ ചതി. സർപ്പം എന്ന് പറഞ്ഞ പിശാചിനാണ് ഇവിടെ കാണിക്കുന്നത്. ഏദൻ തോട്ടത്തിലെ പാമ്പ്, സാത്താൻ, നമുക്കെല്ലാം അറിയാൻ കാര്യം. അപ്പൊ സർപ്പത്തിന്റെ ചതി ഏദൻ പൂങ്കാവനത്തിൽ ചതിച്ചു, ആദിപിതാക്കന്മാരെ ചതിച്ചു. അതുപോലെ കുടുംബങ്ങളെയും വ്യക്തികളെയും ഒക്കെ ചതിച്ചുകൊണ്ടിരിക്കുക ഇന്ന്. ഇതിന്റെ പിന്നിലുള്ള സോഴ്സ് സൈറ്റാനാണ്, ഈവിൾ സ്പിരിറ്റ് ആണെന്ന് ഇനിയെങ്കിലും ദന്തക്കോസുകാരായിട്ട് ചമഞ്ഞ് നടക്കുന്ന നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ആ ഗദദേശത്തെ ഭൂതഗ്രസ്തനെ പുറത്താക്കാനായിട്ട് വന്നപ്പോൾ അവരെന്താ പറഞ്ഞ്?
ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് ഓടിക്കരുതെന്നാണ് പറഞ്ഞ്. ഈ ദേശത്ത് ഞങ്ങളെ പുറത്താക്കരുത്. പുറത്താക്കുന്നെങ്കിൽ ആ പന്നികളുടെ മേലോട്ട് കയറാൻ അനുവാദം തരണം. പന്നികളുടെ മേലെ പന്നികളെല്ലാം കൂടി ചത്തു. അപ്പം അവനെ പുറത്താക്കാൻ ആർക്കും അവനിഷ്ടമല്ല. പിശാച് ഏദൻ പൂങ്കാവനത്തിൽ പ്രവർത്തിച്ച പിശാച് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിൽ അവൻ്റെ ഭരണമുണ്ട്. എൻ്റെ പൊന്നു ഭക്തന്മാരെ, ഭക്തമതികളെ, ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്ക്. ഏദൻ പൂങ്കാവനത്തിൽ പ്രവർത്തിച്ച പിശാചിന്റെ പ്രവൃത്തി ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. നമ്മളത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ് ഫലകരമായൊരു യുദ്ധപ്രഖ്യാപനം അവനോട് നമ്മൾ നടത്തുക. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. അതാ ഇന്നത്തെ മെസ്സേജ്. അതിന് നമ്മുടെ മാൻ പവർ കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ ശക്തി കൊണ്ട് പറ്റത്തില്ല, നമ്മുടെ ടെക്നോളജി പറ്റത്തില്ല. ഹൈടെക് ടെക്നോളജിയിലാണ് ലോകം നിൽക്കുന്നത്. നൂതനമായ ടെക്നോളജിയാണ്. ഇസ്രയേൽ യുദ്ധം ചെയ്യുമ്പോൾ വിജയിക്കുന്നതിൻ്റെ ഒരു രഹസ്യം നിങ്ങൾക്ക് അറിയണോ? ലേസർ രശ്മി ഉപയോഗിച്ച് ഒരു യുദ്ധം ചെയ്യുക. മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത സംവിധാനമാണ്. അയൺ ഡോം സംവിധാനം മറ്റു രാജ്യങ്ങൾക്ക് ഫലപ്രദമായിട്ടില്ല. അവരാണ് ഏറ്റവും നൂതനമായ അയൺ ഡോം സംവിധാനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും ശക്തമായ ആയുധം മിസൈലുകളാണ്. 2500-3000 കിലോമീറ്റർ ദൂരെ പോയി കൊടിയ നാശം വതയ്ക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ് ഇറാനികൾ. എന്നാൽ അവരുടെ മിസൈല് ലക്ഷ്യത്ത് പതിക്കാതെ ഇടയ്ക്ക് വെച്ച് തകർത്ത് കളയുന്ന സംവിധാനമാണ് അയൺ ഡോം സംവിധാനം. ഞാനതിവിടെ പറഞ്ഞു വരുമ്പോൾ ഇതിലത് വരുന്നുണ്ട്. ഒരു ആയുധം അത് തന്നെയാണ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അയൺ ഡോം സംവിധാനമായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. ഏത് നേരത്തും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണ് ആയിത്തീരണം. പ്രാർത്ഥന ഇല്ലാത്തവൻ പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് ഇതാ കഥ. വേദോത്വം വായനയും പ്രാർത്ഥനയില്ലാത്ത വിശ്വാസി പിന്നെ ആത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അതാ പിശാച് കയറി ഞരങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പ്രയാസങ്ങളും മുഴുവൻ അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ് ഇന്ന് തൽക്കാലം മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളത് മറ്റുള്ള മേൽ പഴിചാരി. അത് ഏതെൻ തോട്ടത്തിൽ നടന്ന അങ്ങനെ തന്നെ. തിന്നരുതെന്ന് കൽപ്പിച്ചത് നീ തിന്നോ? ദൈവം ചോദിക്കുക. ദൈവത്തിന് ഇടപെടൽ പുരുഷന്മാരോട് ഉള്ളൂ. ദൈവം വന്ന് അതാണോട് ചോദിക്കുക. അത് നീ എന്നോട് കൂടി ഇരിപ്പാൻ തന്നത് ഞാൻ തന്നു, ഞാൻ തിന്നു. എങ്ങനെയുണ്ട്? പുള്ളിക്കാരുടെ മേലായി പഴി. ഇന്നും അത് തന്നെ. സ്വയം കുറ്റസമ്മതം നടത്താൻ ആരും തയ്യാറല്ല. വല്ലവരുടെ മണ്ടയ്ക്ക് കൊണ്ട് ചാരിയ. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം നമ്മളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ? കഴിയുന്നില്ല. അതാ കിടന്ന് പരാജയപ്പെട്ട് കിടക്കുന്നതിന്റെ കാരണം. ഓരോ ദൈവ പൈതലും ഓരോ ദൈവദാസന്മാരും ഓരോ സൗരിസോരന്മാരും നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം നമ്മളാണെന്ന് നാം മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെ ഒളിഞ്ഞു പോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിൽ ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും എവിടെ പരാജയപ്പെട്ടു എന്ന് സ്വയം മനസ്സിലാക്കി അവിടെ നമ്മൾ ആ മേഖലയിൽ പണിത് കഴിയുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിന് ക്രമീകരണം വന്നു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമായി തീരും. നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരും. അതാ എൻ്റെ വിഷയം. ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപ്പ് പോലെ രുചിക്കണമെന്ന് പറഞ്ഞതാ. നിങ്ങൾ വെളിച്ചം പോലെ പ്രകാശിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. അല്ലാതെ ഉപ്പും വെളിച്ചമൊന്നും അല്ല. ഡെന്റിസ്റ്റ് തലയിൽ ഒരു വെളിച്ചം കെട്ടി വെച്ചു നടക്കുക, അതുപോലെ വെളിച്ചം കെട്ടി വെച്ച് നടക്കാനല്ല. അത് പല്ല് നോക്കാനുള്ളതാണ്. ചിലർ തലയിലാണ് കെട്ടി വെച്ചേക്കുന്നത്, ചിലർ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ തലയിൽ കെട്ടി വെക്കുമായിരുന്നു. ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, അത് മറ്റുള്ള വായിലേക്ക് തിരിച്ചിട്ടാണ് കാണുന്നത്. അതുപോലെയുള്ള വെളിച്ചമല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതം. ആത്മീയ അന്ധതയിൽ കിടക്കുന്നവർക്ക് പ്രകാശപൂരിതമായി മാറണം. ആത്മീയമായി കഴിച്ചു കിടക്കുന്ന വിശ്വാസികൾക്ക് നമ്മൾ ആത്മീയമായി രുചി വരുത്തുന്നതായി തീരണം. ഓരോ വിശ്വാസിയും ഓരോ ദൈവദാസന്മാരും ഓരോ സഹോദരി സഹോദരന്മാരും ആ നിലയിലായി തീരുമ്പോൾ ഇവിടെ ദൈവമക്കളെ കൊണ്ട് നിറയും. എവിടെ നിറയാൻ? ഒന്നാമത് പുതിയ നിയമസഭയ്ക്ക് ഉപദേശമില്ല.
ഈ പാട്ടും കൂത്തും നൃത്തവും മാത്രമേ ഉള്ളൂ. കുരുടൻ കുരുടനെ വഴി കാട്ടിക്കൊണ്ടിരിക്കുക. ഇരുവരും ഒരു കുഴി വീഴുമെന്ന് പറഞ്ഞ പോലുള്ള പോക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ 2026 ഈ പുതിയ മാസത്തിൽ മാർച്ച് മാസം 1-ാം തീയതി ദൈവാത്മാവ് എനിക്ക് തരുന്നൊരു വലിയ സന്ദേശം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് കണ്ടുണരാം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പണിതെടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമാക്കാൻ നാം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരല്ല. പരസ്പരം പഴിചാരുന്നത് നിർത്തി അവനവനെ കണ്ടുണരുക. നാം നമ്മിലേക്കൊന്ന് നോക്കുക. എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ വചനം ധ്യാനം എങ്ങനെ ഇരിക്കുന്നു? ഞാനും കർത്താവുമായിട്ടുള്ള ആത്മീയ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? വചനധ്യാന പ്രാർത്ഥന ആദ്യവിലൂടെ ദൈവത്തോട് അടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പറ്റുന്നില്ല. അമ്പേ പരാജയപ്പെട്ട് കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് ഞങ്ങളുടെ ഉപദേശിച്ച് പറഞ്ഞ പോലെ സഭയിൽ പോയിരുന്നുകൊണ്ടൊരു പാട്ട്, അതായത് വീഴുകയില്ല ഞാൻ, വീഴുകയില്ല, വീഴുകയില്ല, വീണ് തലയും കുത്തി കിടന്നുകൊണ്ടാണ് പാടുന്നത്. വീഴുകയില്ല, വീണ് തലയും കുത്തി കിടന്ന് എണീക്കാൻ പറ്റാണ്ട് ചക്രശ്വാസം വലിച്ചുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പാടുക, വീഴുകയില്ല. ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ പ്രകാശധാരയായി തീരുവാൻ, ദൈവത്തിന് രുചിക്കുന്ന, മറ്റുള്ളവർക്ക് രുചിക്കുന്ന ഒരു ഉപ്പ് പോലെ മറ്റുള്ളവർക്ക് ആത്മീക പ്രകാശം കൊടുക്കുന്ന ഒരു വെളിച്ചമായി തീരാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമായി തീരും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തം കൊണ്ടല്ല. ആദ്യം അത് മനസ്സിലാക്കണം. മനുഷ്യരാകുന്ന നമ്മൾ തമ്മിലുള്ള പോരാട്ടം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോട് ഇല്ലെന്ന് പൗലൂസ് പഠിപ്പിച്ചപ്പോൾ ആ പഠനം നമ്മൾ മനസ്സിലാക്കണം. പൗലൂസ് ആരാ? ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവനാ. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ ആദിയായ അപ്പോസ്തലന്മാരെ ദൈവം നിയമിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അവരുടെ ഉപദേശം പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇത് അവരുടെ ഉപദേശം എടുത്ത് തോട്ടി കളഞ്ഞിരിക്കുകയല്ലേ? മോശന പറയുക കിടക്കുകയല്ലേ? ഇത് നല്ലൊരു ശതമാനം കർത്താവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വാ. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിച്ചു കഴിയുമ്പോൾ, അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഉപദേശത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമാണ്. അല്ലെങ്കിൽ ഒരു പിടിയും കിട്ടത്തില്ല. വല്ലവരൊക്കെ വല്ലയിടത്തുമൊക്കെ വിളിച്ച് പറയുന്നത് കേട്ട് നശിച്ച് അവസാനം നരകക്കുഴി പോയി വീഴാനിടയായി. ആര് പറയുന്ന ഉപദേശവും കേൾക്കരുതെന്ന് ഞാൻ പറയത്തില്ല. അത് അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ അത് കേൾക്കരുത്. അതുകൊണ്ട് ഒരു ഗുണവും വരത്തില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് കൊടിയ നാശമായിരിക്കും നമുക്ക് സംഭവിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് നമ്മൾക്കൊരിക്കലും ഒരു അനുഗ്രഹമിരിക്കാൻ കഴിയത്തില്ല. എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരാളായി നമ്മൾ തീരാനിടയായി. അല്ല, നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമുക്ക് നമ്മുടേതായ തനതായ ഒരു വ്യക്തിത്വമുണ്ട്. അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളോടാണ് പോരാട്ടം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കും. 2 കൊരിന്ത്യർ 4:4. ഇതൊക്കെ പരമപ്രധാനമായ വിഷയങ്ങളാണ്. ഇതൊക്കെ വായിച്ച് ശരിക്കും പഠിക്കണേ. 2 കൊരിന്ത്യർ 4:4. ആ ആ ആ ആ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, കുരുടാക്കിയിട്ടിരിക്കുക. ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ. ഈ ലോകത്തിൻ്റെ ഭരണചക്രം പിടിക്കുന്നത് മോദിയും ട്രംപും ഒക്കെ ആണെങ്കിലും ഇന്നർ ഭരണം സാത്താൻ എന്ന് പഠിക്കണം. സുവിശേഷ വിരോധികൾ നമുക്കെതിരെ ശക്തമായ ഉപദ്രവങ്ങൾ അടിച്ചുവിടുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണേ? നിയമ നടപടിക്ക് പോവുകയും. സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന ആരെ? ശത്രുവല്ലേ? പിശാചല്ലേ? അപ്പം നമ്മൾ ശരിക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവമുഖമല്ലേ അന്വേഷിക്കേണ്ടത്? വടക്കേ ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത, ഹോളൊക്കെ പൊളിച്ചു കഴിയുമ്പോൾ അവരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഹോള് പൊളിച്ചു കളഞ്ഞിട്ട് നിങ്ങളെന്താ വന്ന്
സംരക്ഷണം തരാത്തത്? ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് എടുത്തിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ അവർക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന് കുറേ പൊട്ട പാട്ടും പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് എന്തോ സംഭവമാണെന്ന് കാണിച്ച് ഇതെല്ലാം കൊണ്ട് ബന്ധക്കോസാരെ തലയിൽ കുത്തി കിടക്കുക. ഇത് കണ്ടോ എന്തോ ഒരു പ്രവർത്തനവും ഇല്ല. കഴിവട്ട കുറേ വിശ്വാസികൾ ചെയ്യുന്ന അത്. നമ്മുടെ സഭാഹോള് പൊളിച്ചു കളഞ്ഞെങ്കിൽ ആ സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കേ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, മരണം വരെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. പാസ്റ്റർമാരും വിശ്വാസികളും കൂടി പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കേ. അപ്പൊ ദൈവം ഇടപെടുമെന്നറിയാം. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വിഷയമുണ്ട്, അത് എൻ്റെ ഹൃദയത്തിലേക്ക് തരികയാണ്. ഞാനൊന്ന് വായിക്കാം. 4-ാം അധ്യായം, പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എടുത്താട്ട് പ്രവൃത്തി 4. യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും പുതിയ നിയമസഭയെ ഉപദ്രവിച്ച സമയത്ത് അവരെന്താ ചെയ്തേ? ഇത് ഞാൻ പല പ്രാവശ്യം നിങ്ങളെ തിരിയപ്പെടുത്തിയ വിഷയമാണ്, എങ്കിലും പിന്നെയും അത് പറയാനായിട്ട് വലിയ പ്രേരണ എൻ്റെ ഹൃദയത്തിലുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, കുറച്ച് വായിച്ചേ. 23 വരെ, 23 തൊട്ട്. അവരെ പിടിച്ചു, ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. വിട്ടയച്ച ശേഷം അറിയിച്ചു. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ സുവിശേഷ വിരോധികൾ യഹൂദന്മാര് അപ്പോസ്തലന്മാരോട് ചെയ്തതൊക്കെ ഉപദ്രവിച്ചതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയം പറഞ്ഞു കൊടുത്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? നേരെ വക്കീലിനെ വിളിച്ചുകൊണ്ട് കേസിന് പോകാൻ, കോടതിക്ക് പോകാമെന്നല്ല അവർ തീരുമാനിച്ചത്. ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? അവർ ഒരുമനപ്പെട്ട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവരുടെ അഭിഷക്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നിമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്ന സത്യം. ഇപ്പോഴേ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ ദാസന്മാർക്ക് കൃപ തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. നിങ്ങൾ വായിച്ചു പഠിച്ചോണേ. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 35 വരെയുള്ള വാക്യം നന്നായിട്ട് വായിച്ചു പഠിച്ചു. ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നം തീർക്കാൻ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിക്കുകയല്ല ചെയ്തത്. നമ്മുടെ പെന്തക്കോസിലെ കുറേ മേലാളന്മാർ അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുക. ഞങ്ങൾക്കും ഭരണം വേണമെന്ന്. അതായത് ഈ ലോകത്തിലെ ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയക്കാർക്ക് സമാനമായി നമ്മുടെ പാസ്റ്റർമാരും തീർന്നിരിക്കുക. പഞ്ചായത്ത് ഭരിക്കണം, കോർപ്പറേഷൻ ഭരിക്കണം, സംസ്ഥാനം ഭരിക്കണം, ഇഷ്ടമുള്ള കൈയിട്ട് വാരാൻ ഇപ്പോഴേ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുക. കുറച്ച് കൂടുതൽ കൈയിട്ട് വാരാനാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നാണ് ഞാൻ പറഞ്ഞു. എന്താവശ്യം ഇതൊക്കെ? ഒരു പ്രതികൂലം വന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് ശീലാസ് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലായപ്പോൾ ശീലാസിനെ വിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുവിശ്വാസികളെ വിട്ടോ ആ വക്കീലിനൊക്കെ പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്ത് ഇവിടെ നിന്ന് പുറത്തിറക്കാൻ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കലി കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നും പറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇത് വെളിപ്പെടണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അതാ, വേറെ ഒന്നുമല്ല. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കില്ല. അവർ ദൈവജനത്തിനെതിരെ പീഡ വരുമ്പോൾ ദൈവജനം ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കട്ടെ. ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുണമൊന്നുമില്ല. യശയ്യാപ്രവചനത്തിലെ വാക്ക്, എൻ്റെ കൈ വെടിപ്പായിരിക്കണം,
എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയുള്ള ദുർമാർഗ്ഗങ്ങൾ വിട്ടുതിരിഞ്ഞ് ദൈവം അന്വേഷിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഏലിയാവിൻ്റെ മുൻപാകെ ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? ബാലിൻ്റെ പ്രവാചകന്മാർ 850 10000 പ്രവാചകന്മാർ ആയുധങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. രാവിലെ മുതൽ ഉച്ച വരെ കിടന്ന് വിളിക്കുക, ബാലേ ഉത്തരമരണം, ബാലേ ഉത്തരമരണം, ബാലേ ഉത്തരമരണം. ഇന്നത്തെ പെന്തക്കോസ്തുകാരൻ്റെ പ്രാർത്ഥനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഉത്തരം എവിടെ ഉത്തരമല്ല? ദൈവപുരുഷനായ ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഗോത്രസംഖ്യക്കൊത്തോണം 12 കല്ലെടുത്ത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്ത് യാഗപീഠം പണിതു. യാഗപീഠത്തിൻ്റെ മൃഗത്തിൻ്റെ തോലുരിച്ച് ശുദ്ധീകരിച്ച് അവിടെ കൊണ്ടുവന്ന് ഒഴിച്ചു, നിർത്തി അതിൻ്റെ വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്ത് വെള്ളമൊഴിച്ചു. അതായത് ഇനി തീ ഇതിൻ്റെ ഇടയിലെങ്കിലും തീ കൊണ്ടുവന്ന് വെച്ച് കത്തിച്ച് ആണെന്നറിയാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത്. ശരിയാണ്. യാഗപീഠത്തിൽ നിന്ന് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ പോയിന്റ് എന്നറിയാമോ? തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ഉത്തരം. ദൈവം തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമാണ് ദൈവം എന്നാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ വെല്ലുവിളി. ഇനി ഇതിൻ്റെ അടിയിലെങ്ങാനും കൊണ്ട് തീ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീ കത്തി കത്തി യാഗം ദഹിക്കാൻ. അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, യാഗപീഠത്തിന് ചുറ്റും വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി യാഗപീഠം ഒരുക്കാൻ മണിക്കൂറുകൾ ചെലവെടുത്ത ഏലിയാവ് പ്രാർത്ഥിക്കാനായിട്ട് 1 മിനിറ്റോ 1.5 മിനിറ്റോ 2 മിനിറ്റോ മാത്രമേ വന്നുള്ളൂ പ്രാർത്ഥനയ്ക്ക്. ഇത് പെന്തക്കോസ്തുകാർ പ്രാർത്ഥിച്ച് കുഴഞ്ഞു കിടക്കുന്നതിൻ്റെ കാര്യം എന്താ? ഒരു ക്രമീകരണമില്ലാത്ത ജീവിതം. ശരിയല്ലേ? ഞാനീ പറയുന്നത് ശരിയല്ലേ? സത്യമല്ലേ? പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തെടുക്കേണ്ട ചില ചിട്ടകളുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധം ഉലഞ്ഞു കിടക്കുന്നെങ്കിൽ വചനധ്യാനം, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, വേർപാട്, ആത്മീയ കൂട്ടായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകിടക്കുന്നെങ്കിൽ അത് യഥാസ്ഥാനപ്പെടുത്തി ദൈവമായിട്ടുള്ള റൂട്ട് ക്ലിയർ ആക്കി ബന്ധം ശരിയാക്കിയതിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥന ലിസ്റ്റ് പാസ്റ്റർമാരെ ഏൽപ്പിച്ചേക്കുന്നത്. അവർ കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് മറുപടി മേടിച്ച് ഭൗതിക നന്മയാണെങ്കിൽ അതിൻ്റെ അംശം പറ്റി അവരും ജീവിക്കുക. മനസ്സിലായോ? തലയറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവം മറുപടി തരത്തില്ല, ദാതാ മറുപടി തരും. ദൈവം മറുപടി തരണമെങ്കിൽ ദൈവ വ്യവസ്ഥ പാലിക്കണം. അതാ ഏലിയാവോടെ ചെയ്തത്. ബാലിൻ്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പോലെ അല്ല ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവിനറിയാം, അവനൊരു യഹൂദനാ. ദൈവത്തിന് വ്യവസ്ഥയുണ്ട്, ദൈവത്തിന് പ്രമാണമുണ്ട്. ദൈവപ്രമാണം ലഭിച്ച ഞാൻ തോന്നിയ പോലെ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, ശത്രു എന്നെ വെട്ടി നുറുക്കും. ആ മർമ്മം മനസ്സിലാക്കിയ ഏലിയാവ് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി പ്രകാരം യാഗം കഴിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തി, സ്വർഗത്തിൽ തീയിറങ്ങി ദഹിപ്പിച്ചു. ഏലിയാവിനും അവൻ്റെ കൂട്ടർക്കുമെതിരെ നിന്ന ശത്രു നിരയെ അവർ അവിടെ കൊന്നൊടുക്കാനിടയായി. ഇതാ പഴയ നിയമം തരുന്ന പഠനം. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. അതാ ഇവിടുത്തെ വിഷയം. ആക്ഷരിക യഹൂദൻ പ്രാർത്ഥിക്കുന്ന പോലെയുള്ള പ്രാർത്ഥനയല്ല ആത്മീയ യഹൂദന്മാരായ നമ്മൾ, ആത്മീയ ഇസ്രായേലാകുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കുന്ന വ്യവസ്ഥ തന്നിട്ടുണ്ട്. അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ചുമ്മാ കിടന്നങ്ങ് പ്രാർത്ഥിച്ചു കൊള്ളുക. വേട്ടമല ബാബു ജോൺ ബാസ് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് കുഴയല്ലാതെ ഒരു ഗുണവുമില്ല. ഇവരുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തമ്പുരാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുമെന്നാണ് പറയണത്. പിന്നെ ഇവർ ചുമ്മാ കിടന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന തീർത്ത് ബിരിയാണിയും കഴിച്ച് സ്ഥലം വിടുക ചെയ്യുന്നു. ഒരു ഗുണമില്ലാതായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് പ്രാർത്ഥിക്കാനും പോരാടാനും നമ്മൾ ഇന്ന് പോൽക്കാലം തയ്യാറാവും. അതാ ഇവിടെ പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് വേണം നമ്മൾ പിശാചിനോട് പോരാടി പ്രാർത്ഥിക്കാൻ. ജീവിതം പോരാട്ടമാണ്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ട പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം വേണം. നമുക്കെതിരെ ശത്രു നിൽക്കുക, ആത്മീയമായി ശത്രു നമുക്കെതിരെ നിൽക്കുക. സ്തോത്രം.